പ്രവർത്തകർ 25 പേർ ഓടിക്കൂടുന്നു, കന്യാസ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്നു, ഈ പാവപ്പെട്ട സഹോദരിമാരെ കയ്യേറ്റം ചെയ്യുന്നു. അവിടെ തീർന്നില്ലല്ലോ. പോലീസ് വരുന്നു. നിയമവും നീതിയും രേഖകൾ പരിശോധിച്ച് നിയമം പരിശോധിച്ച് നടപ്പിലാക്കേണ്ട പോലീസ് ആ നിയമവും രേഖയും പരിശോധിക്കുന്നതിന് പകരം ബജ്രംഗ് ദളിന്റെ മുദ്രാവാക്യത്തിൽ ആകർഷ്ടനായി അവരെ മാത്രം കണ്ടുകൊണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെയും ആ സഹോദരിമാരെ ജയിലിലടക്കുകയാണ് ചെയ്തത്. സഹോദരനെയും 9 ദിവസം കാരാഗൃഹത്തിലടക്കാൻ അവരോട് ചുറ്റിയ ചുമത്വം എന്തായിരുന്നു? മതപരിവർത്തനം. ഏത് മതത്തിൽ നിന്നും ഏത് മതത്തിലേക്ക് പരിവർത്തനം നടത്തി? ഉത്തരവില്ല. മനുഷ്യക്കടത്ത്. നമ്മൾ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ഭാവനയുണ്ടല്ലോ. ഈ 2 കുറ്റം ചോദിച്ചു. എന്നാൽ ഈ 2 കുറ്റവും ജാമ്യം കിട്ടുന്ന കുറ്റമല്ല. അവരെ ജയിലിലടിച്ചു. നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല. ജാതിമത വ്യത്യാസമല്ലേ ഇല്ല. എനിക്ക് ആ കന്യാസ്ത്രീ സമൂഹത്തെ നേരിട്ട് അറിയാം. കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് അവരുടെ ഗവൺമെന്റ്, അവരുടെ മദർ സുപ്പീരിയർ